ഇലപ്പുള്ളിയിൽ മദ്യ പ്ലാന്റ് നിർമ്മിക്കാൻ അനുമതി നൽകിയതിൽ വിശദീകരണവുമായി മദ്യനിർമ്മാണ കമ്പനി ഒയാസിസ്. ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്ന് കമ്പനി. ജലത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും പ്ലാന്റ് പ്രവർത്തിക്കാനുള്ള വെള്ളം മഴവെള്ള സംഭരണിയിൽ നിന്ന് ശേഖരിക്കും എന്നുമാണ് വിശദീകരണം. എന്നാൽ പദ്ധതിക്കെതിരെ പാലക്കാട് ബിഷപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഹാനികരമായ പദ്ധതിയിൽ നിന്നും പിന്മാറണമെന്ന് പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ഇങ്ങനെ ഒരു സംവിധാനം വരരുതെന്ന് തന്നെയാണ്. കാരണം അത് നമ്മൾ KCBCയുടെ പൊതു നിർദ്ദേശങ്ങളോട് ചേർന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം നീക്കുന്നത്. കേരള കത്തോലിക്ക സഭയുടെ നിർദ്ദേശങ്ങളോട് ചേർന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്നുള്ള റെസ്പോൺസ് കൊടുക്കുന്നത്. ഓക്കെ, ഈ അവിടെ വരുമെന്ന് പറയുന്ന ആ ഒരു മദ്യനിർമ്മാണ ശാല പൊതുജനങ്ങൾക്ക് ഹാനികരമാണ്, ഉപദ്രവകരമാണ് എന്ന നിലപാട് തന്നെ എന്നുള്ള നിലപാട്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് പാലക്കാട് നിന്ന്. പ്രസാദ്, ഓരോരുത്തരുടെയും എതിർപ്പ് അവിടെ നിന്നും കൂടിക്കൂടി വരുന്നതാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാലക്കാട് ബിഷപ്പ് എതിർപ്പ് അറിയിച്ചിരിക്കുന്നു. അപ്പോഴും വിശദീകരണങ്ങൾ ഓരോ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒയാസിസ് കമ്പനിയുടെ വിശദീകരണം എന്തെങ്കിലും തരത്തിൽ അവിടുത്തെ നാട്ടുകാർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകുന്നുണ്ടോ? ലക്ഷ്മി, ഇതിനകത്ത് വലിയ തോതിലുള്ള എതിർപ്പ് അത് ആ പ്രദേശത്ത് നിന്നും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം എതിർപ്പ് ഉന്നയിച്ച ഒരു ഘട്ടത്തിലാണ് ഒയാസിസിൻ്റെ വിശദീകരണം വന്നിട്ടുള്ളത്. വിശദീകരണം പറയുന്നത് അവിടെ നിന്നും ഭൂഗർഭജലം ഉപയോഗിക്കുന്നില്ല, 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ട് അതിൽ വെള്ളം സംഭരിച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതിക്ക് ആവശ്യമായ ഭൂരിഭാഗവും വെള്ളവും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒയാസിസ് കമ്പനിയുടെ വിശദീകരണം. അതോടൊപ്പം ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. ആ പ്രദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ജോലി നൽകാനും 1200ഓളം പേർക്ക് ജോലി നൽകാനും ഈ കമ്പനി ശ്രമിക്കുമെന്ന് ഒയാസിസ് വിശദീകരിക്കുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള അതിൻ്റെ വിശദീകരണം തന്നെയാണ് ഒയാസിസ് കമ്പനി അറിയിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ എതിർപ്പ് തുടരുകയാണ്. ഇന്നലെ വിവിധ സംഘടനകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസും BJPയും എല്ലാം തന്നെ സമരം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും സമരമായി രംഗത്ത് വരികയാണ്. പാലക്കാട് രൂപത ബിഷപ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ KCBC എല്ലാം തന്നെ ഈ മദ്യക്കമ്പനിയിൽ നിന്നും പൂർണ്ണമായും സർക്കാർ അനുമതി പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. പാലക്കാട് ബിഷപ്പും അത് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജനങ്ങൾക്ക് ഹാനികരമായിട്ടുള്ള ഒരു പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണം എന്നുള്ളതാണ് ബിഷപ്പ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഏതെങ്കിലും ഘട്ടത്തിൽ സമരവുമായി രംഗത്ത് വരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ സർക്കാരിനോട് പറയാനുള്ളത് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ്. അതാണ് പാലക്കാട് ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ ഈ വിഷയത്തിൽ സർക്കാർ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്തുണ്ട്. ഈ മാസം 25-ന് രമേശ് ചെന്നിത്തല പദ്ധതി പ്രദേശം സന്ദർശിക്കുന്നു. ബ്രൂവറിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനം, എതിർപ്പ് ഉയരുകയാണ് ആ പ്രദേശത്ത് നിന്ന്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി.